ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും HRTechsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്ന ഒരു പെന്നിൽ ഒരു സാനിറ്റൈസറും പെന്നും കൂടി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബോർഡ് മാർക്കറാണിത്. നിങ്ങൾ കാണുന്ന ബോർഡ് മാർക്കറാണ്. അപ്പോൾ നമ്മളിതിൽ ഒരു വശത്ത് നിബും മറ്റൊരു വശത്ത് നമ്മൾ സാനിറ്റൈസർ സ്പ്രേ ടൈപ്പ് നീഡിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ മോൾ വശത്ത് സ്പ്രേ എന്ന നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അടിവശത്ത് നമ്മൾ സാധാരണ പെന്നാണ്. അപ്പോൾ നമുക്ക് പോക്കറ്റിലിട്ട് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഇതാണ് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ തുറന്നെടുക്കണം ഒന്ന് ഫസ്റ്റ്. എന്നിട്ട് അപ്പോൾ തുറന്നെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചിൽ ഇങ്ക് ഫില്ല് ചെയ്യുന്നതുണ്ട്, അത് നമുക്ക് എടുത്ത് ഒഴിവാക്കാം. കാരണം നമുക്ക് ഇതിലാണ് ഈ സാനിറ്റൈസർ ഫില്ല് ചെയ്യേണ്ടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് ഒഴിവാക്കി. ഇനി നമ്മൾ ഈ നിബ് വരുന്നിടത്ത് നമ്മൾ ഒരു നോസ് പ്ലെയർ യൂസ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ മാർക്കറിൻ്റെ നിബ് ഊരി എടുക്കുകയാണ്. അതിന് പകരം നമുക്ക് അവിടെ പെന്നിൻ്റെ നിബാണ് അവിടെ ഇത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഊരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കറക്റ്റ് ഒരു ഹോളുള്ള ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പെൻ എടുത്തിട്ട് പെന്നാണ് ഇനി അതിലേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെന്നിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം പെൻ ഞാൻ തുറന്നെടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് കറക്റ്റായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊന്നല്ല, നമ്മൾ ഈ ഭാഗത്ത് പെന്നിൻ്റെ ഈ പോർഷൻ നമ്മൾ അയച്ചെടുത്തിട്ട് ഇത് അതിലേക്ക് സെറ്റ് ചെയ്യണം. നമ്മുടെ മാർക്കറിൻ്റെ ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും, അവ കയറിയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ കനം കൂടിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സോ ബ്ലേഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുറിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഇത് ഈ പോർഷൻ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. എങ്കിൽ ഈ പോർഷൻ കട്ട് ചെയ്താലേ അതിൽ ഇറങ്ങിയിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടില്ല കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ കാരണം കുറച്ച് രൂസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഒട്ടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഒട്ടിച്ചെടുക്കാൻ ഞാൻ അവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ജസ്റ്റ് MC വെച്ചിട്ട് അതിൽ ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇതിന് കറക്റ്റ് ലെവലാക്കി ഒന്ന് വെക്കണം. കാരണം ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ നിബ് ഇടുമ്പോൾ ചെരിഞ്ഞ് പോയിരിക്കും. അതുകൊണ്ടാണ് കറക്റ്റാക്കി വെക്കാൻ വേണ്ടി നമ്മളൊന്ന് ലെവലാക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെരിഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ചെരിഞ്ഞ് പോകാതെ നിങ്ങൾ കറക്റ്റാക്കി തന്നെ വെച്ച് കൊടുക്കും. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഗ്ലൂ ഇടാണ്. ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഒന്നും കൂടി ഒന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലീക്ക് വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ സാനിറ്റൈസർ ഫില്ല് ചെയ്യുമ്പോൾ ലീക്ക് വരാതിരിക്കാനും കൂടിയാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഇനി നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കണം. അധികം വന്നുള്ളതൊക്കെ നമ്മളൊന്ന് അതിൽ തന്നെ ഇതാക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഉണങ്ങി വന്നിട്ടുണ്ട് ഗ്ലൂ ഗൺ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇളക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മളത് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് നിന്ന് കുറച്ചിട്ട് കൊടുക്കണം, ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഉൾവശത്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നിബ് ഇട്ട് നോക്കാം. നിബെല്ലാം റീഫില്ലിൽ നിന്ന് നമ്മൾ ഈ റീഫിൽ ഇതിലിട്ട് കൊടുക്കാം. നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളത് കറക്റ്റ് ജ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റ് തന്നെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിലും കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലീക്കൊന്നും തീരെ വരില്ല. ഇനി നമുക്കിത് വെച്ചിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള ഈ മാർക്കറിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് അളവെടുത്ത് നോക്കാം. കാരണം ഇത്ര പോർഷൻ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം അത്രയും പോർഷൻ വരുമ്പോൾ നമുക്ക് സ്പ്രേയറിൻ്റെ സാധനം വെക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്ത് കളയാണ് കത്രിക ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇങ്ക് ഇനി പുറത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഒരു സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നമ്മളിവിടെ ഫ്ലെക്സ് ക്യൂക്ക് കയ്യിലുള്ളതുകൊണ്ട് ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഗ്ലൂ പുറത്തേക്ക് അല്ല നമ്മൾ ഇങ്ക് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ക് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയലായിട്ടൊന്ന് ഇട്ട് നോക്കാം. അതിലേക്ക് ഇട്ട് നോക്കിയില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മളത് ഇരിക്കുന്നുണ്ട്. പെൻ തന്നെ ആയിപ്പോൾ ഒരു പെന്നിൻ്റെ ഇതായി. ഇനി നമുക്കിതിൽ സാനിറ്റൈസറിൻ്റെ പമ്പും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തെടുക്കാണ്ട്. കാരണം നമുക്ക് എവിടെ പോകുമ്പോഴായാലും കയ്യിൽ കൊണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ സാനിറ്റൈസർ എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വലിയ ബോട്ടിലാകുമ്പോൾ നമുക്ക് പെന്നും സാനിറ്റൈസർ ഒരുമിച്ച് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പമ്പ് നമ്മൾ ഊരിയെടുക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ അളവെടുത്ത് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇത് കൂടുതലുണ്ട് നമ്മളത്. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കില്ല, കറക്റ്റ് ആയില്ല. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താണത്. അപ്പോൾ അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. വെച്ച് നോക്കുകയാണെന്ന്. ഇനി നമ്മുടെ ഈ മോൾ വശത്തായിട്ട് നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഡ്രില്ലാണ് യൂസ് ചെയ്യുന്നത്. ഡ്രില്ലില്ലെങ്കിൽ നിങ്ങളൊന്ന് ചൂടാക്കി ഷോൾഡറിങ് ആണോ അല്ലെങ്കിൽ ഒന്ന് കമ്പി ചൂടാക്കിയാലും ഹോൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് മോൾ വശത്തായിട്ട് തന്നെ ഡ്രില്ല് വെച്ച് നമ്മൾ ഹോൾ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഹോളായിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് വെച്ച് നോക്കാം. കണ്ടോ കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് നമ്മളത് ഇരിക്കുന്നുണ്ട് പമ്പയിൽ. ഇനി നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കണം. കാരണം ഒട്ടിച്ചിൽ ലീക്ക് വരും നമുക്ക് സാനിറ്റൈസർ ഇതിൽ ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഫ്ലഷ് ക്യൂക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഇരുന്ന ഭാഗത്ത് ഈ കയറുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഫ്ലഷ് ക്യൂക്ക് തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഉണങ്ങാൻ നമുക്ക് കാത്തുക്കുക. അപ്പോൾ അത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വരുന്ന ഗ്യാപ്പിൽ കൂടെ ഒന്ന് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. എന്നാൽ തീരെ ലീക്ക് വരരുത്, അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ ഗ്ലൂ കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാനിറ്റൈസർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സാനിറ്റൈസർ ഫില്ല് ചെയ്ത് നമുക്ക് നിറച്ചായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. കാരണം നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത്. നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കൊന്ന്. നല്ലതുപോലെ തന്നെ വരുന്നുണ്ട്. നല്ല സ്പ്രേ നമ്മൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ കറക്റ്റായിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാനിറ്റൈസറിൻ്റെ ഇത് പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ. ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. അതൊന്ന് പേപ്പറിലൊന്ന് എഴുതി നോക്കാം. നമ്മൾ പെന്നിൻ്റെ സെക്ഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പെന്ന് സെക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പേപ്പറിലൊന്ന് എഴുതി നോക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോക്കറ്റിൽ ഇപ്പോൾ സാനിറ്റൈസർ വേറെ പെന്ന് വേറെ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുനടക്കാൻ സാധിക്കും. അതിനെക്കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതുന്നത് നമ്മൾ എക്സ്പീരിയൻസ് സക്സസ് ആയി തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ പെന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മളിപ്പോൾ ചാനലിൻ്റെ പേരാണ് നമ്മളോട് എഴുതി നോക്കുന്നത്. കാരണം നമ്മളത് എക്സ്പീരിയൻസ് സക്സസ് ആണ്, 100% സക്സസ് ആണെന്ന് നമുക്ക് കറക്റ്റാണ്. കാരണം വെച്ചാൽ നമുക്ക് പെന്നും ഇതാവുന്നുണ്ട്, അതേപോലെ തന്നെ സാനിറ്റൈസർ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. റീഫില്ല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട്. കാരണം കഴിഞ്ഞ് നമുക്ക് അപ്പോൾ എത്ര വേണമെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റും അതിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ നമുക്ക് തോന്നിയ ചെറിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഒരു പെന്നും സാനിറ്റൈസർ ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റും. കാരണം നമ്മൾ മറന്നു പോകില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.